അത് ഒരു 13 കൊടുക്കുള്ളൂ. മൊത്തം കോട്ടേഴ്സാണ്. അത് പുതിയ കോട്ടേഴ്സ് അല്ലേ? അതാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അമ്പലത്തിലൊന്ന് പോയിട്ടോ, ചെമ്മന്തട്ട് അമ്പലത്തിലാണ് പോയത്. കുറേ നാളായി ഞാൻ അവിടെ പോയിട്ടോ, എനിക്ക് കൊണ്ട് 5-6 മാസമെങ്കിലും ആയിട്ടുണ്ടാവും പോയിട്ട്. അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കണം, ഞാൻ ഇവരെയും കൂടെ വെയിറ്റ് ചെയ്തിട്ടാണ് പോകാൻ അങ്ങനെ മടിച്ചു നിൽക്കണം. ഞാൻ എന്ന് അമ്പലത്തിൽ പോവുകയാണെങ്കിൽ രണ്ടാളുണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പോകാനൊക്കെ എന്തോ ഇവർ കൂട്ടാന്ന് പോകുമ്പോൾ പിന്നെ ഇപ്പോൾ ഒറ്റയ്ക്ക് പോകില്ല, എന്ത് ചെയ്യാൻ? രണ്ടാളും അമ്പലത്തേക്ക് പോകില്ല, അമ്പലവിരോധികളാണ് രണ്ടെണ്ണം. എന്താണെന്നറിയില്ല. വീട്ടിൽ വിളക്ക് എത്തിയും നാമജപിക്കുകയൊക്കെ ചെയ്യും. മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയാം, രാവിലെ കുളിക്കണ്ടേ, അതാണ് ഇവരെ പ്രശ്നം. താഴെ നനച്ച് കുളിക്കുക എന്നുള്ളതാണ് ഇവരെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് രാവിലെ പോരാത്തത്. അപ്പോൾ ഞാൻ എന്നത്തെയും പോലെ രാവിലെ ഞാൻ വിളിച്ചു. അപ്പോൾ കിച്ചുമോള് വിളിച്ചപ്പോൾ വേഗം തിരിഞ്ഞിടുന്നു. ഞാൻ എന്ത് ചെയ്ത് കുളിയും കഴിഞ്ഞ് ഞാൻ പോയി. അപ്പോൾ അമ്പലത്തിൽ പോയി. അങ്ങനെ വലിയ വഴിപാടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പ്രസാദം വാങ്ങി. എപ്പോഴും ഈ കഠിന പായസം ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇത് വാങ്ങി. ഇനി ഞാൻ ചായ കുടിക്കണം. അമ്പലത്തിൽ നിന്ന് ചായ കുടിച്ചില്ല. ഇപ്പോൾ തോന്നുന്നു അമ്പലത്തിൽ നിന്ന് ചായ കുടിച്ചാൽ മതിയായിരുന്നു. എന്തോ ഞാൻ അതിലങ്ങനെ അവിടെ പോന്നു. പിന്നെ എനിക്ക് ഓർമ്മയത്. അപ്പോൾ ഇന്നിപ്പോൾ അമ്മയ്ക്ക് ലീവാകും, അമ്മയ്ക്ക് പണിയൊന്നും ഉണ്ടാവില്ല. അപ്പം ഇന്ന് വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അല്ലേ? കിച്ചുമോള് രാവിലെ തന്നെ അവളുടെ ഡ്യൂട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്പലത്തേക്ക് വന്നിട്ടില്ലെങ്കിലും രാവിലെ തന്നെ വേറെയുള്ള പരിപാടികളൊക്കെയാണ്. വോൾ ഡെക്കറേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആള്, കണ്ടോ? അങ്ങനെ കിച്ചുമോൾ ഇപ്പോൾ കുറച്ച് സമയം ഇതുപോലെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വാളിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന പണിയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിന്നിട്ടാണ്, വീട്ടിലേക്ക് പോവുകയാണേ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ വീട്ടിൽ ആരുമില്ല, വീട് മാത്രമുണ്ട്. മമ്മൂസ് ഇവിടെ ഇല്ല, എங்கே പോയിന്ന് അറിയില്ല. എங்கே പോയതല്ല, അമ്മ ആശുപത്രിയിൽ പോയതാണ്. അമ്മ വന്നിട്ട് വന്നാൽ മതി പറഞ്ഞു തന്നിട്ട് ഞങ്ങളോട്. അപ്പോൾ ഞങ്ങളതിന് മുന്നേ വന്നതാണ് ഗൈസ്. അമ്മയ്ക്ക് നടുവേദന തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം അതുപോലെ ഞാൻ വന്നിട്ട് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അലക്കി കൊടുത്ത് വിരിച്ചിട്ടിട്ടാണ് ഞാൻ പോയത്. പിന്നെ ഇപ്പോൾ അതുപോലെ അമ്മ 2-3 ദിവസമായി തുടച്ചിട്ട് എന്ന് പറഞ്ഞു. പിന്നെ ആരും ഇല്ലല്ലോ, വേറെ അങ്ങനെ ചവിട്ടിക്കയറാനൊന്നും ആരും ഇല്ലല്ലോ. എന്നാലും പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഭാഗത്തൊന്നും അടിച്ച് വാരി തുടച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തു. അതിൻ്റെ ഇടയിൽ അമ്മ എന്നോട് ചോറുണ്ടാകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോറൊന്നും ഉണ്ടല്ലോ കേട്ടോ. പിന്നെ ഗൈസ് ഇതാ എൻ്റെ ധാവണീൻ്റെ പാവാട അങ്ങനെ കത്തിപ്പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതെങ്ങനെയാണ് കത്തിയെന്ന് വെച്ചാൽ മുറ്റത്ത് തീ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പേപ്പറുകൾ കത്തിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അടുത്ത് പോയി നിന്നതാണ്. പക്ഷേ അമ്മ അറിയുന്നുണ്ട് അത്രയും കത്തിയിട്ട് അത് കണ്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ തന്നെ കത്താതിരുന്നത് ഭാഗ്യം, കാരണം ഇതൊരു ക്ലോത്ത് അങ്ങനത്തെ തുണി ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ധാവണിയുടെ പാവാടയൊക്കെ കത്തി ഗൈസ്. അപ്പോഴത്തേക്ക് അമ്മ അതാ ചേമ്പ് പുഴുങ്ങി ചമ്മന്തിയും കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിട്ടോ. ഇത് കാന്താരിമുളകും ചെറിയുള്ളിയൊക്കെ ഇട്ട് ചമ്മന്തി അരച്ചാണ്. അപ്പോൾ ഞാൻ ചോറ് ഉണ്ടിട്ടില്ല കേട്ടോ, ചോറ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അമ്മ പിന്നെ വേഗം നമ്മുടെ മുറ്റത്ത് ഒരു ചേമ്പിൻ്റെ ചെറിയൊരു ഇതുണ്ടായിരുന്നു, അതൊന്ന് പറിച്ചൊക്കെ നോക്കിയപ്പോൾ 1-2 കിഴങ്ങൊക്കെ ഇന്ന് കിട്ടി. അപ്പോൾ അതാണ് പുഴുങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കിച്ചുമോള് ചോറുണ്ട് കേട്ടോ. കിച്ചുമോള് പിന്നെ അമ്മ ചിക്കനൊക്കെ പൊരിച്ചപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ട്, അച്ചാറും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ ഉണ്ടായിരുന്നില്ല, അമ്മ ആശുപത്രിയിൽ പോയതായിരുന്നു. പിന്നെ അമ്മ വന്നിട്ടാണ് പിന്നെ വരുവോളം നിന്നു ഞങ്ങൾ വന്നിട്ട് പോരാന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ ഏതായാലും ഈ ചായ കഴിഞ്ഞിട്ട് പോവുകയാണ്, കാരണം തത്തമ്മോള് സ്കൂളിൽ പോയതാണ്, കിച്ചുവിന് സ്കൂളുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ടൻ ചായയും ചേമ്പ് പുഴുങ്ങിയതും പിന്നെ നല്ല ചെറിയുള്ളിയും കാന്താരിമുളകൊക്കെ ഇട്ട് ചമ്മന്തി അരച്ചൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ എന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അമ്മയ്ക്ക് തന്നയക്കാൻ. അപ്പോൾ ഇതെന്താണെന്നറിയോ, പുളിഞ്ചിയാണ്. പക്ഷേ എന്തുകൊണ്ടുണ്ടാക്കിയ പുളിഞ്ചി എന്നറിയോ? ഓർക്കാപ്പുളിയില്ലേ, ഓർക്കാപ്പുളി വെച്ചിട്ട് അമ്മ പുളിഞ്ചി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് മതി എന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ട് കൊണ്ടുപോയി നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ അമ്മ അത് പാത്രത്തിലാക്കുകയാണ്. പിന്നെ ഇത് ഇങ്ങനെ ഓർക്കാപ്പുളി മിക്സിയിൽ ഇങ്ങനെ, അതായത് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയിൽ അരച്ചിട്ട് പിന്നെ ജാമ് പോലെ വരട്ടിയെടുക്കുക. പിന്നെ ബാക്കിയെല്ലാം പുളിഞ്ചീൻ്റെ ആ ഒരു സംഭവങ്ങൾ തന്നെ. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ആർക്കും പറയാൻ പറ്റില്ല ഇത് എന്താ ഓർക്കാപ്പുളി വെച്ചുണ്ടാക്കിയ പുളിഞ്ചിയാണെന്നുള്ള ആർക്കും പറയാൻ പറ്റില്ല കേട്ടോ. കഴിച്ച് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവേ ഇല്ല, പറയുമ്പോൾ മാത്രമേ അറിയുള്ളൂ. അമ്മ ഓർക്കാപ്പുളി കൊണ്ടുവന്ന് വെച്ചിട്ട് എന്നോട് പറഞ്ഞു തന്നിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകട്ടോ എന്നുള്ളത്. അങ്ങനെ പിന്നെ കിച്ചണൊക്കെയാണെന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അവിടെ താഴെ ഭാഗം വിറക് വെക്കണം, അവിടെ കുറച്ച് ഭാഗം വൃത്തിയാക്കാണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു.
അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പോകാനും കൂടെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ ഇറങ്ങിയപ്പോൾ കുറച്ച് ചിക്കൻ്റെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് അത്തയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നു അമ്മ. പിന്നെ ഇപ്പോൾ വേറെ മാങ്ങഞ്ചിയൊക്കെ ഇട്ടുള്ള അച്ചാറുണ്ടായിരുന്നു, അതും കുറച്ചെടുത്ത് വെച്ചു. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ഇവിടുത്തെ ഒരു സ്റ്റൗ ഉണ്ടല്ലോ, അത് കത്തണുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരടുപ്പ് കത്തണമില്ല, ഒരടുപ്പ് അതുപോലെ തീ കത്തണ വളരെ സ്ലോ ആണ്. അപ്പോൾ അമ്മ അത് തന്നിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് പൂക്കൂട്ടമ്പാടത്ത് ഒന്ന് നന്നാക്കാൻ വേണ്ടി കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ കയ്യിൽ കേട്ടോ. അപ്പോൾ ഞങ്ങളിനി പോവുകയാണ് വീട്ടിലേക്ക്. അമ്മ സ്റ്റൗവും പിടിച്ചിട്ട് പുറകിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഗൈസ്. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ നമുക്ക് എന്താ പറയുക, പ്രതീക്ഷിക്കാതെ 2 ഗസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കയ്യിന് ഭയങ്കര വേദനയൊക്കെ ആയിട്ട് ഞാനൊരു 8 മണിന് മുന്നേ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് പോയി തിരിച്ച് ഞാൻ എന്ത് ചെയ്തു, ചായേൻ്റെ കടി ഉണ്ടാക്കാൻ കൈ കൊണ്ട് വയ്യാത്തതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചിട്ട് ഒരു പൊറോട്ട വാങ്ങിയിട്ടാണ് വന്ന കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. പൊറോട്ടയെ കഴിച്ചിട്ട് ഗുളിക കഴിച്ചിട്ട് ഇനി അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അഞ്ജുവിൻ്റെ വരവ് കേട്ടോ. അഞ്ജു പറയാതെ കേട്ടോ വന്നത്. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് തത്തേൻ്റെ പിറന്നാളും കൂടിയായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ കുറച്ച് എന്താ പറയുക, നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തത്തമോളാണ് ഇത് കുറേ അരിഞ്ഞത് കേട്ടോ. തത്തയും കിച്ചുമോളൊക്കെ കുറേ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് വിരുന്നുകാരിയായിട്ടുള്ള അവക്കാണ് കൊടുത്ത് ഞാൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കൈ നല്ല വേദനയായിരുന്നേ, എന്താണെന്നറിയില്ല, നന്നായിട്ട് വീങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചിക്കൻ കുറച്ച് തന്നെ വാങ്ങിയിട്ടുള്ളായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് അറിയില്ല വേറൊരു ഗസ്റ്റും കൂടി ഉണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു. ഇവിടെ തന്നെ പറയാതെ വന്നതാണ്. അപ്പോൾ എന്താണ്, ഞാൻ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറ് ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. നെയ്ച്ചോറൊക്കെ അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കണം. അത് മാത്രമല്ല ഗൈസ്, ചിക്കൻ കറി ഉണ്ടാക്കിയ രസം പറഞ്ഞു തരാം കേട്ടോ. വർത്താനം പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. അതിനിടയിൽ ചിക്കനിലൊക്കെ എത്രയാ മുളക് പൊടി ഇട്ടെന്ന് അറിയില്ല. പിന്നെ എരിഞ്ഞിട്ട് വായിൽ വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ചിക്കൻ കറി. അപ്പോൾ പിന്നെ രണ്ടാമത് വന്നിട്ടുണ്ടെങ്കിൽ ശ്രീജിതയും 2 കുട്ടികൾ വരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ചിക്കൻ കറി കഴിച്ചപ്പോൾ ഉണ്ടല്ലോ എരിവിനെ വലിച്ചിട്ടേ. എന്നിട്ട് ഞാൻ ആ കുട്ടികൾക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ വായിൽ. എവിടെ നോക്കിയിട്ടാണ് ഞാൻ മുളക് പൊടി ഇട്ടെന്നൊക്കെ അറിയില്ല. അപ്പോൾ ശ്രീജിത്ത് അവളെ ഹസ്ബൻഡിനോട് സംസാരിച്ചിരിക്കട്ടോ. ഞങ്ങൾ കേട്ടോ അവരിവിടെ വന്ന കാര്യം അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഗൾഫിലാണ്. അപ്പോൾ അവനെന്തോ മീനൊക്കെ മീൻ കറി ഉണ്ടാക്കണത്, മീൻ വറുക്കണൊക്കെ ചോദിച്ചിട്ട് അവൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മുളക് പൊടി ഇടേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കുക ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അവനായിട്ട്. അപ്പോൾ ഞാനതിൻ്റെ എന്താ പറയുക വോയിസൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്താണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കര എരിവായിരുന്നു ചിക്കൻ കറി. പക്ഷെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് 2-3 ഗസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ തത്തൂസിൻ്റെ പിറന്നാളായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കേക്കൊന്നും ഇപ്രാവശ്യം വാങ്ങണില്ല പറഞ്ഞിരിക്കുന്നു കേട്ടോ. പക്ഷേ അവിടെ 3 ഫ്രണ്ട്സ് വന്നത് അവർക്കൊരു മിനി കേക്ക് ആയിട്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സർപ്രൈസായിരുന്നു. പിന്നെ ആ കുട്ടികളുടെ കയ്യിലൊരു ഫോട്ടോസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ആരോ വരച്ചിട്ട് ഫ്രെയിം ചെയ്ത് കൊടുത്തയച്ചതാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഫുള്ള് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ കുറേ വിരുന്നുകാർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി ഈ ഒരു ദിവസം. അതായത് ഇന്നത്തെ ദിവസം പോയത് തന്നെ അറിഞ്ഞില്ല. ഈ കുട്ടികൾ വരുന്നത് 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വന്നപ്പോൾ അതിൽ പിന്നെ വേഗം അവർ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ഇവർ പോകാൻ വേണ്ടി നിൽക്കുന്നു. അഞ്ചും ശ്രീജിതയും കുട്ടികളൊക്കെ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇവർ 3 പേരും വന്നത് കേട്ടോ. പിന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേകിച്ചാണ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവരോട് ഉച്ചയ്ക്കുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആ ചിക്കൻ കറിയിൽ പിന്നെ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഗൈസ്, കാരണം അത്രയും നല്ല എരിവായിരുന്നു, എരിവ്. കാരണം നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു പൊടിയായിരുന്നു കേട്ടോ. ഭയങ്കര എരിവ്. അത് നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിങ്ങനെ നിന്നപ്പോൾ എത്രയാണ് ഇട്ടതെന്നുള്ളത് ശ്രദ്ധിച്ചില്ല. എന്തായാലും ആ കുട്ടിക്ക് പോലും ശരിക്കും ചിക്കൻ കറി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് പറയാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ആ ഒരു കേക്ക് കൊണ്ട് ഞങ്ങൾ ഈ ഒരു എന്താ പറയുക ബർത്ത്ഡേ സെലിബ്രേഷൻ ആഘോഷിച്ചു. അവൾ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ കേക്ക് വാങ്ങിക്കാതിരുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്കൊക്കെ കൊടുത്തു. നല്ല അടിപൊളി കേക്ക് കേട്ടോ. കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേക്ക്. അതായത് ഒരു മിനി കേക്ക് കേട്ടോ, വലിയ വലുപ്പമല്ല, എന്നാൽ ഒരു കുഞ്ഞ് എന്താ പറയുക ഒരു ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ഇതാണല്ലോ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു കുഞ്ഞ് കേക്ക്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും തത്തയ്ക്ക് കേക്കൊക്കെ കൊടുത്തു. അങ്ങനെ ഈ ഒരു പിറന്നാളും എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ആഘോഷിച്ചു എന്ന് പറയാം. നമ്മളങ്ങനെ ആഘോഷിക്കാനിരുന്നിട്ടില്ല കേട്ടോ. വേണ്ടാന്നുള്ള രീതിയിലായിരുന്നു മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ എന്തായാലും പിറന്നാളിനൊക്കെ എന്തെങ്കിലും കിട്ടുക ഉള്ളതിനേക്കാളും നമ്മൾ വീട് നിറച്ച ആളുണ്ടാവുക, ഒരു കേക്ക് കട്ട് ചെയ്യുകയാണെങ്കിലും അതിൽ ഒരുപാട് പേര് പങ്കെടുക്കുക അല്ലെങ്കിൽ കൂടുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് സന്തോഷമാണല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം എത്ര പെട്ടെന്നാണ് തീർന്നതെന്ന് അറിയില്ല കേട്ടോ. പിന്നെ
പോയ സമയത്ത് എല്ലാവരും അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ മാത്രമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ മക്കൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പോയി. ഇതായിരുന്നു കേട്ടോ ആ ഒരു ചിത്രം വരച്ചത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതൊക്കെ അവർ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നിട്ടോ. പിന്നെ ആ കുട്ടികളും ഫുഡൊന്നും കഴിച്ചില്ല. കാരണം അവർക്ക് 5:45 ബസ് ഉണ്ട്, അതിന് പോകണം എന്ന് പറഞ്ഞിട്ട് അവർ ആ കേക്ക് കഴിച്ചിട്ട് അപ്പം തന്നെ അവരും ഇറങ്ങി. അവരിറങ്ങുന്നതിന് മുമ്പായിട്ട് ശ്രീജിത്തെ മക്കൾ ഓരും ഇറങ്ങിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും, ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. എല്ലാവരും കഴിച്ചിട്ടും ഓരോ കുഞ്ഞു പീസ് എല്ലാവരും കഴിച്ചിട്ട് ഇത്രയും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, അവർക്ക് പോകാനായൊരു സമയത്താണല്ലോ ഈ കേക്ക് കിട്ടണത്. അതുകൊണ്ട് ശരിക്കും അവർക്കും കഴിക്കാൻ പറ്റില്ല. എന്നാലും എല്ലാവരും ഓരോ ചെറിയ പീസൊക്കെ കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എന്ത് കേക്കാണെങ്കിൽ അറിയില്ല കേട്ടോ. അത് ആ മക്കൾക്ക് മാത്രമേ അറിയുള്ളൂ. എന്താണ് വൈറ്റ് ഫോറസ്റ്റ്. പക്ഷേ അതിൻ്റെ മുകളിലൊരു ലാവണ്ടർ ഷെയ്ഡായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ഇപ്പോൾ എഴുതൂല തോന്നുന്നുണ്ട്. അവർ ആ ഏജ് അത് മാത്രമാണ് ഇപ്പോൾ എഴുതുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ആദ്യം വന്ന് വിരുന്നുകാർ പോയി കേട്ടോ. വിരുന്നുകാരെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അവർ പോയി. പിന്നെ അത് കഴിഞ്ഞത് അതിൻ്റെ പുറകിലായിട്ട് അത്തേൻ്റെ ഫ്രണ്ട്സും ഇറങ്ങിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ അതിന് വേറൊരു കാര്യം കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച ഞങ്ങൾക്ക് പിന്നെ KW നമ്മുടെ ഓഫീസിൽ വാട്ടർ അതോറിറ്റിയിൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മീറ്റിങ്ങിന് പോയപ്പോൾ പിന്നെ കഴിഞ്ഞ മാസങ്ങളിൽ PSCയിൽ 3 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫീസിൽ. അപ്പോൾ അവരുടെ വകയായിട്ടൊരു ട്രീറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മീറ്റിങ്ങിനാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ട്രീറ്റും കൂടെ ഉണ്ടായിരുന്നു. അവർ ഫുഡ് കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് ഞാൻ എന്താ പറയുക, സാജിദ് സാറിനോട് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ സാറ് വീഡിയോസായിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മുടെ ഈ എന്താ പറയുക വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോ ആയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റായിട്ടൊന്ന് അറിയിക്കണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ തന്നെയുള്ളൂ. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഒരു കാര്യം ഗൈസ്, അപ്പോൾ ഞാൻ പറയല്ലേ കിച്ചൺ മോള് വാൾ ഡെക്കറേറ്റ് ഇങ്ങനെ ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ, ഇഷ്ടമായോ എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് സമയം ഫ്രീ ആണെങ്കിൽ മൊബൈലിരിക്കില്ല എന്ന് പറയല്ല, മൊബൈലിരിക്കണേക്കാൾ നല്ല ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണല്ലോ. അപ്പോൾ ഇതൊരുപാട് എന്താ പറയുക ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റായി പറയണേ.